കൃഷിയിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളൊരു ഘടകമാണ് നല്ലൊരു വിത്ത് കിട്ടുക എന്നുള്ളത്. ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ആയാലും സംസ്ഥാന സർക്കാരിൻ്റെ ആയാലും ഇന്ന് ഒരുപാട് ഔട്ട്ലെറ്റുകൾ നമുക്ക് ജില്ലകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ അഗ്രോ ബസാറായാലും അതല്ലാതെ ചെറിയ ചെറിയ കടകളിൽ ലഭിക്കുന്ന വിത്ത് പാക്കറ്റുകൾ. ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഒരു വലിയൊരു കോർപ്പറേറ്റ് സമൂഹം നമ്മുടെ നാടൻ വിത്തിനങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു പ്രത്യുത്പാദന ശേഷി ഇല്ലാത്ത വിത്തുകളെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കടയിൽ പോയി ഒരു 25-30 രൂപ ചിലവാക്കി നമ്മൾ ആ വിത്തുകൾ വാങ്ങി നടുമ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്നുണ്ട്, നല്ല കായ്ഫലങ്ങളും വരുന്നുണ്ട്. എന്നാൽ അതിൻ്റെ കായ്ഫലത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വിത്തുകൾ പിന്നീട് മുളച്ച് വരുമ്പോൾ അതിൽ നമുക്ക് കായ്ഫലങ്ങൾ ലഭിക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു കടയിൽ പോയി പിന്നെയും ഒരു 25-30 രൂപ ചിലവാക്കി വീണ്ടും നമുക്ക് അത്തരം വിത്തുകൾ വാങ്ങേണ്ടി വരുന്നു. അതിന് ബദലായി നമുക്ക് നാടൻ വിത്തുകൾ, ഇപ്പോൾ നമുക്ക് നല്ലൊരു കർഷകനെ പരിചയമുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു നാടൻ വിത്ത് വാങ്ങുകയാണെങ്കിൽ നമുക്കത് ഒരു ഏകദേശം 100-120 കൊല്ലങ്ങൾ നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ, നമുക്കൊരു വിത്ത് നടുന്നു, വിത്തിൽ നിന്ന് ചെടി മുളയ്ക്കുന്നു, ചെടി മുളച്ച് അതിൽ നിന്ന് കായ് വരുന്നു, ആ കായിൽ നിന്ന് നമുക്ക് വിത്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. ആ വിത്ത് നല്ല ആരോഗ്യമുള്ള വിത്തുകൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പല വർഷങ്ങൾ നമുക്ക് വിത്ത് വാങ്ങുന്നതിൽ ഒരു ചിലവ് നേരിടേണ്ടി വരില്ല. അപ്പോൾ ഉദാഹരണമായി നമുക്കിവിടെ ഒരു വെണ്ട തൈ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം 100 ചാക്കുകൾ വെണ്ട ഞാൻ നട്ടിട്ടുണ്ട്. ഈ 100 ചാക്കുകൾക്കും വേണ്ടി ഒരു 5 ചാക്കിൽ ഒരു 5 വെണ്ട മാത്രം വിത്തിന് വേണ്ടി നിർത്തിയാൽ മതി. ഈ ഒരു വെണ്ട തൈയിൽ നിന്ന്, ഒരു വെണ്ട കായിൽ നിന്ന് ഏകദേശം 25-30 വിത്തുകൾ നമുക്ക് നേടാൻ സാധിക്കും. അങ്ങനെ ഒരു 5 വെണ്ടയിൽ നിന്ന് ഏകദേശം 150 വിത്തുകൾ നല്ല ആരോഗ്യമുള്ള വെണ്ട തൈകൾ നിർത്തുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുക.